ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് കുക്കിംഗ് വ്ളോഗ് ഒന്നുമല്ല, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലേ. നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോകും. അതിന്റെ ഒരു ചെറിയൊരു മോണ്ടേജ് കാര്യങ്ങൾ അല്ലേ. ബിരിയാണി ഒക്കെ കഴിക്കുന്നത്. ഇന്ന് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷിമിന്റെ അളിയന്റെ കല്യാണമാണ്. നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാരും. അൻസർ നമ്മള് ഫിഷ് വ്ളോഗ് ഒക്കെ സ്പോൺസർ ചെയ്ത ആളാണ്. പിന്നെ ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ട്. ഉല്ലാസിന് റാങ്ക് 1 കിട്ടി. ഉല്ലാസിന് അഭിനന്ദനങ്ങൾ. ഓൾഡ് സ്കൂളിന്റെ ബോയ്സിന്റെ അഭിനന്ദനങ്ങൾ പറയുന്നു. നിങ്ങളും എല്ലാരും പറയുക. നമ്മളിതൊരു ആഘോഷമാക്കണം അല്ലേ. പിന്നെ എടാ, എന്താ വിജയിച്ചതിന് നിനക്ക് അവരോട് എന്തെന്ന് പറയാനുണ്ട്? നമ്മൾക്ക് നന്ദിയല്ലേ പറയാം. സന്തോഷമുണ്ട്. എടാ, 1ാം റാങ്ക് കിട്ടിയെന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല. കാരണം നമ്മളെ ഇടയില് 1ാം റാങ്ക് ആർക്കും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അല്ല, ഞാനും അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു, പക്ഷെ കിട്ടി. അതിൽ സന്തോഷമുണ്ട്. പിന്നെന്തുവാ, പത്രത്തിൽ വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. വേണ്ട, 1ാം റാങ്ക് കിട്ടിയല്ലേ, കൊടുക്കാം. നമുക്ക് ബിരിയാണി കഴിക്കാൻ. അതിനു മുമ്പ് ലഡു വിതരണം ഉണ്ട്. അതുകൊണ്ട് നീ ലഡു വാങ്ങണം. വിതരണം ചെയ്യണം. എടാ, 1ാം റാങ്ക് കിട്ടിയില്ല, നീ വിതരണം ചെയ്യണം. ഇവന്റെ വ്ളോഗാണ്. മുട്ടായി പോരെ. എടാ, നമ്മള് എൻട്രൻസിനൊക്കെ 1ാം റാങ്ക് കിട്ടുമ്പോഴെങ്കിലും ലഡു അല്ലേ കൊടുക്കണം. 50 ലഡു 50 വേണ്ട, 20. കല്യാണത്തിന് കൊടുക്കണം. എല്ലാരും കൊടുക്കാനുള്ള നീ തന്നെ കൊടുക്കണം. പോകുന്ന വഴി ഫാമിലിക്ക് ഇന്ന് ഫുൾ ലഡു ഉണ്ട്. പിന്നെ നിന്റെ വീട്ടിലെ ഇനി നീ റാങ്കുകൾ വാങ്ങിച്ചു ഞാൻ പഠിത്തം നിർത്തി. അങ്ങനെ പറയല്ലേ. പറയല്ലടാ, 10-30 വയസ്സല്ലേ പഠിത്തം നിർത്തരുത്. ബ്രോ, ഒരു 50 ലഡു. ഗൈസ്, ലഡു മേടിച്ചിട്ടുണ്ട്. എവിടെയാണ് കൊണ്ടുപോകണം? ഇത് ഏത് കല്യാണത്തിന് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്നെ കൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്യും. നമ്മൾ അനൗൺസ് ചെയ്യും 1ാം റാങ്കുകാരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റോൾ ഇടും. നിനക്ക് വേണ്ടി അത്രയ്ക്ക് വേണം. ഇത് പേടിച്ച് ആരും 1ാം റാങ്കിന് മേടിക്കരുത്. നമുക്ക് ദേഷ്യം. നമ്മളിവിടെ നിൽക്കുമ്പോ നീ 1ാം റാങ്ക് പോകും. ചേട്ടന്മാർ ഇവിടെ ഉള്ളപ്പോൾ വേറെ കുറെ പ്ലാൻ ഉണ്ട്. ചെയ്തിടാം, വിഷമിക്കണ്ട. നോക്കിയോ, ഇനി നമ്മള് മൈക്കെടുത്ത് കവലയിൽ അനൗൺസ്മെന്റ് ഉണ്ട് എന്റെ ഏരിയയിൽ. അപ്പൊ ഗൈസ്, നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ബിരിയാണി കഴിക്കാം അല്ലേ. ഫസ്റ്റ് ബിരിയാണി കഴിക്കാം, എന്നിട്ട് നമുക്ക് വരനെയും വധുവിനെയും കാണാം. പിന്നീട് നമ്മൾ പോകണം. അവർക്കൊരു അവരിപ്പോ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നല്ല തിരക്കുണ്ട്. എന്റെ കല്യാണമല്ല, ചുമ്മാ നിങ്ങള് നേരത്തെ എത്തിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ, തിരിച്ചു പോണ വഴിക്ക് ഫുഡ് കഴിച്ചു. ഇനിയാണെങ്കിൽ താത്തിക്കോ അല്ല, ആൾക്കാര് കാണുമല്ലേ ഇങ്ങനെ നോക്കുന്നു. എനിക്ക് മാത്രം കിട്ടിയില്ല. കഴിച്ചു തുടങ്ങി. ഉല്ലാസിന്റെ കൂടെ ഇരുന്നോണ്ട് വെജാണെന്ന് വിചാരിച്ചു. നല്ല പീസ് ഒക്കെ എടുത്തു. ഇവന്മാര് 3 എണ്ണം കിട്ടിയിട്ട് ഒരു പീസ്, അല്ലെങ്കിൽ കുറച്ച് ഞാൻ മിണ്ടായിരിക്കും. ഇവര് വീതിച്ചെങ്കിലും കുറച്ച്. വളരെ മോശം. അതുകൊണ്ട് നേരത്തെ കഴിച്ചു കൊണ്ടാണ് പാവം. ബിരിയാണിയൊക്കെ കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? ചിക്കൻ നല്ല ജ്യൂസി ആയിരുന്നു. ചിക്കൻ നമുക്ക് നെക്ക് പീസ് ആണ് കിട്ടിയത്. ലെഗ് പീസ് കിട്ടി. ലെഗ് പീസ് കിട്ടാന്ന് പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ അതൊരു പുണ്യമാണ്. അവിടെ അപ്പുറത്ത് 2 പേരുണ്ടായിരുന്നു പാവങ്ങള്, അത് കിട്ടിയത് പോലും ഇല്ല. നീ പുണ്യ ജന്മടാ. അയ്യോ, പുണ്യ ജന്മം. 3 എണ്ണത്തിന് നല്ല മട്ടൻ പീസുകൾ കിട്ടി, ഞാൻ കണ്ടു. എന്നിട്ട് എന്റെ ഐ കോണ്ടാക്ട് പോലും തന്നില്ല എനിക്ക്. അത് തന്നെ നമുക്ക് ബിരിയാണി ഒന്നുമില്ല. എന്തെങ്കിലും ഇത് ബാലൻസ് ചെയ്യണം എനിക്ക്. മട്ടൻ വാങ്ങാടാ. നീ കരയണ്ട.
മട്ടൻ ബിരിയാണി നമുക്ക് ഒന്നുകൂടെ കഴിക്കാം. നിങ്ങൾ വിശന്നിരുന്നിട്ട് അത് കഴിക്കാതിരിക്കണം, എന്നിട്ട് ഞാൻ കഴിക്കണം. അങ്ങനെ എന്റെ ഞാൻ നിന്റെ വരാം, നീ വരണ്ട. അയ്യോ പിന്നെ ഭയങ്കര ഒരു നിന്റെ കൂടെ ഞാൻ കഴിക്കാൻ വരാം. ഞാൻ പോയി. പക്ഷെ അരുണായിരുന്നു അടുത്തിരുന്നത്. ഞാൻ ദൂരെയായിരുന്നു. അടുത്തിരുന്നിട്ട് ഇത് നോക്കിയൊന്നുമില്ല ഇങ്ങനെ. ഞാൻ ദൂരെയായിരുന്നടാ. അപ്പൊ പിന്നെ ജസ്റ്റ് മിസ്സിന് അത് പോയി. കരി നമ്മുടെ 3 പേർക്കും കൊടുത്തിട്ട് എവന് മാത്രം കൊടുത്തില്ല, എന്നിട്ട് വേറെ ഒരാൾക്ക് കൊടുത്തു, എന്നിട്ട് പോയി. സ്കിപ്പ് ചെയ്തേ പോയല്ലേ. എന്തായാലും നമുക്ക് ഇനി അടുത്ത പ്രതീക്ഷ അടക്കാം. നമുക്ക് ഉല്ലാസിന്റെ വിജയാഘോഷം ആഘോഷിക്കാം. അതെങ്കിലും നടക്കട്ടെ. ഇന്ന് എല്ലാവർക്കും വിതരണമാണ് ഉല്ലാസിന്റെ. നമുക്ക് ആദ്യത്തെ ലഡു നമുക്ക് നിന്നെ കാണിക്കണ്ടേ? പൊടിഞ്ഞുപോയി. ആ, ഉല്ലാസ് ഇതേപോലെ എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും. ഇതൊന്ന് പിടിച്ചേ. ഷുഗർക്കട്ടല്ലേ? ഏലക്കട്ടല്ലോ, ഏലക്കട്ടല്ലേ ഇടുവാണെന്ന് ചേട്ടാ. ഏലക്കട്ടിരിക്കുന്ന ഏലക്കട്ട ചായ തിളക്കമാർന്ന വിജയമല്ലേ, മധുരം കൂടട്ടെ. ആ, ഉല്ലാസിന്റെ അതൊരു മുഖത്ത് പറഞ്ഞ സ്ഥിതിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റും. അവന്റെ ആഗ്രഹമാണ് പറഞ്ഞത്, കൊടുക്കണം. അപ്പൊ തീർന്നു. അമ്മൂമ്മമാർക്ക് ഷുഗറാണ്, അവർക്ക് കൊടുത്തുവിടാം. അവർക്കാണ് ഷുഗർ കിട്ടാതെ. ഇത് കാണുന്ന അമ്മൂമ്മമാർ കമന്റ് ചെയ്യുക. അപ്പോഴും നമ്മളാണ് അവർക്ക് ഒരു ആശ്വാസമായിട്ട് കൊണ്ടുപോകണം. അല്ലല്ല, അവർ കൊതി കൊണ്ടിരിക്കുകയാണ് ഈ ഡയബറ്റീസ് പിടിച്ച ആൾക്ക്. എടാ ഇന്നെങ്ങാനും ഷുഗർ എങ്ങാനും ഷൂട്ട് ചെയ്ത് ഇതായി കഴിഞ്ഞുണ്ടല്ലോ ദാസ അകത്താവും. ഓക്കെ, അകത്തോട്ട് പോയാലോ. അങ്ങനെ വെച്ചേര്. അവർ പിന്നെ എന്ത് ചെയ്യും? അല്ല, ഇവ എടുത്ത് കൊടുക്കോടാ. കൊടുത്തോളൂ. നീ പറയണേ. കാണിക്കുന്നില്ല, നീ ഇങ്ങനെ ഹാഷിമിന്റെ വായില്, എന്താ വായില് സോനുവിന് അവർക്ക് കൊടുക്കണ്ട. ആദ്യം അങ്ങോട്ട് വാങ്ങി പിള്ളേരെ കളയാൻ പാവോടാ. ഓ അല്ലേ, പിള്ളേര് വേണ്ടല്ലേ. ഒരു ഇത് വെച്ചിട്ട് പിച്ച് കൊടുക്കാം. എടാ 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 എമ്മാതിരി ബ്ലഡ് എന്തിനാണെന്ന് അറിയാം. ഇത് നിന്റെ ഒരു സ്വാഗത പ്രഭാഷണമാണ്. അവർക്ക് ഇൻസ്പയർ ആവണം. നിങ്ങൾ വേണം പറയാ. ഇല്ല നീ പറയണം, ഇതേപോലെ എന്നെ പോലെ ആവണം. എന്നെ പോലെ ആവണം. അവർ ഇനി ഫസ്റ്റ് റാങ്ക് മേടിക്കണം. നിങ്ങൾ ഇതേപോലെ ലഡു എല്ലാവർക്കും കൊടുക്കണം. ഓ അങ്ങനെ ശരിയാ. അഭിഭാഷണോ അങ്ങനത്തെ പറയുമല്ലോ. പുറകേന്ന് മറ്റേ എന്താ മറ്റേ പുലിമുരുകനാ പുറകെ നിന്നെ മറ്റേ നിന്നെ ബൂസ്റ്റ് ചെയ്ത്. ഇല്ല, ആർട്ടിക്കിൾ കൂടെ എടുത്തോ, തെളിവ് ചോദിച്ചാൽ കൊടുക്കാൻ. ആർട്ടിക്കിൾ ഫോട്ടോ ഇട്. ഫോട്ടോ ഒന്ന് ആർട്ടിക്കിൾ തന്നെ വായിച്ചാൽ ആരും വാങ്ങരുത്. അങ്ങനെ വെക്കാം, അങ്ങനെ വെക്കാം. മക്കളെ, നമ്മള് തിരിച്ചു വരുമ്പോ തരാം. ഓക്കെ, ബൈ. നിങ്ങൾ നോക്കണ്ട, ആരും നോക്കുന്നില്ല, അതുകൊണ്ട് പേടിക്കണ്ട. എടാ, ഒരു സന്തോഷമുണ്ട്. ലഡു ഒരു സന്തോഷം, കല്യാണമായി അറിഞ്ഞില്ലേ? സന്തോഷ വാർത്ത ഉണ്ട്. അല്ല സന്തോഷം ഉള്ള കാര്യം. കാര്യം കാണിച്ചോളൂ. ഉല്ലാസിന് ഒന്നാം റാങ്ക് കേരള, ഓൾ കേരള ഫോട്ടോ ജേർണലിസം റാങ്ക് 1. ഇതിലൊന്നും എടുക്കാൻ പറ്റൂല. എനിക്കെന്ത്, ഞാനല്ലേ. ഓ, നീ കഴിക്കൂലല്ലേ. ഒന്നാം റാങ്ക്. ഫോട്ടോ എടുക്കാം. ഉല്ലാസിനെ നിർത്തി ഫോട്ടോ എടുക്കണം. ഒന്നാം റാങ്കുകാരനെ വെച്ച് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ അടിച്ചിറക്കിയല്ല, അതുകൊണ്ട് ആരും വിശ്വസിക്കൂലെന്നറിയാം. ഒന്നാം റാങ്ക് അയ്യോ സൂപ്പർ.
അതിൽ നീ ഏതാടാ? താങ്ക് യു. ഫോട്ടോ കേരളത്തിൽ ആദ്യം കേരളത്തിലെ ഒന്നാം റാങ്കുകാരനാ. കേരളത്തിൽ അല്ല വിശ്വാസം കേരളത്തിലെ ഒന്നാം റാങ്കുകാരൻ പത്രത്തിലുണ്ട്. ഹാഷിമ ഒന്ന് മൈക്കിൽ അനൗൺസ് ചെയ്യണം. ഇവന്റെ ഒന്നാം റാങ്ക് കിട്ടി. മൈക്കൊക്കെ ഇവിടെ ഉണ്ട്. മൈക്കുണ്ട്. ഞാൻ ഇതില് പറഞ്ഞാൽ കേരള മീഡിയ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു എക്സസൈസ് കേരള മീഡിയ അക്കാദമിയുടെ ഫോട്ടോ ജേർണലിസത്തില് കോഴ്സിൽ നമുക്ക് ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഉല്ലാസിനാണ്. ലഡുവിതരണം ഉണ്ടായിരിക്കുന്നതാണ്. ഉള്ളത് തന്നെയെന്നുള്ള ആരും വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞായിരുന്നു ഒരു വട്ടം. ഭയങ്കര സംഭവമാണ്. പൊളിക്കണം. ഇതിലെ ഉയരങ്ങളിലെത്തട്ടെ. നിനക്ക് രണ്ടു വാക്ക് സംസാരിക്കണ്ടോ? വേണ്ട, എനിക്ക് സംസാരിക്കണ്ട. അപ്പൊ ഈ ഒരു അവസരം ഒരുക്കി തന്ന അതെ ഇനി എല്ലാവർക്കും പ്രതികാരമാണ്. അറിയാതെ പോലെ റാങ്ക് ഒന്നിനും വാങ്ങിച്ചോളൂ. നീ എങ്ങാണ് കല്യാണം കഴിച്ചോണ്ടല്ലോ ഇവനെ. നമ്മൾ ശ്രദ്ധിക്കാതെ റാങ്ക് വാങ്ങരുത്. ഈ ഒരു അവസരം ഒരുക്കി തന്ന ഓൾഡ് സ്കൂൾ ബോയ്സിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് സ്റ്റേജിൽ നിർത്തി നിന്നെ അപമാനിച്ചവന്, കുത്തി പറയുമ്പോ അഭിനന്ദിച്ചവന്. അപ്പൊ ഗൈസ് നമ്മുടെ കല്യാണവും അവന്റെ ഒന്നാം റാങ്ക് സെലിബ്രേഷനും അടിപൊളിയായിരുന്നു അല്ലേ? വിജയം. ദാസൻ പിണങ്ങി പോയിരിക്കുകയാണ്. അതെ, ബിരിയാണി കിട്ടാതെ പിണങ്ങിയിരിക്കുകയാണ്. ബണ്ണം വാങ്ങിച്ചോണ്ടിരിക്കുകയാണ്. ബണ്ണം ബിരിയാണിക്ക് പോയിട്ട് നമുക്ക് നല്ല ബണ്ണുണ്ട്. അത് ഞാൻ വാങ്ങിച്ചാടോ ഇങ്ങോട്ട്. അതിനും ആടി. ഇവന്റെ അടുത്ത് അവന്റെ മണ്ണൂടെ കഴിക്കുന്ന അപ്പൊ ഗൈസ് നമ്മുടെ ഒരു ഷോർട്ട് വ്ലോഗ് ഇവിടെ തീരെയാണ്. അതെ അതെ, കുഞ്ഞൻ ബ്ലോഗ്. പിന്നെ നമ്മൾക്ക് ഇന്ന് വിവാഹിതരായ അൻസറിനും വൈഫിനും നമ്മൾ ഒരു മംഗളാശംസകൾ നേരുന്നു. അതുപോലെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ നമ്മുടെ ഉല്ലാസിന്റെ അനുമോദനം. ഉല്ലാസിന്റെ ഒരു ഹാർഡ് വർക്ക്. ഉല്ലാസിന്റെ എന്ന് വെച്ചാൽ രാത്രി അവൻ ഉറക്കം ഒഴിഞ്ഞ് പഠിച്ചതൊക്കെ അല്ലേ, കാലില് വെള്ളമൊക്കെ ഇട്ട് പഠിച്ചത്, അതിന്റെ ഒരു ഉപയോഗം, ആ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു റാങ്ക് 1 അവന് കിട്ടി, കരസ്ഥമാക്കി. അതിന് നമ്മള് എല്ലാരും അഭിമാനം കൊള്ളുന്നു. നമുക്ക് കിട്ടാത്തത് അവൻ നേടി. ഞാൻ നേരത്തെ പറഞ്ഞത് നേടി. ടീം OSBയുടെ വിജയമാണ്. അപ്പൊ കൺഗ്രാറ്റ്സ് പറഞ്ഞ എല്ലാവർക്കും നന്ദിയുണ്ട്. അവിടെ എല്ലാരും കൺഗ്രാറ്റ്സ് പറയുക, എല്ലാരും അവനെ അനുമോദിക്കുക. വേണമെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ അവിടെ നാട്ടിൽ എന്തെങ്കിലും കലാപരിപാടികളോ എന്തെങ്കിലും പായസം അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലോ ഒന്ന് കൊടുത്താൽ മതി. നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. പൈസ തരാം. എന്നാറും കൂടി ഇത് ആഘോഷമാക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ ഉല്ലാസിനെ UPSC ക്രാക്ക് ചെയ്യാൻ വിടണമെങ്കിൽ അതും കൂടെ പറയാം. ഫസ്റ്റ് റാങ്ക് കഴിച്ചാൽ നമ്മള് ആഘോഷം വരവേ അല്ലേ, വേറെ സെറ്റപ്പ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേറൊരു വ്ലോഗിൽ കാണുമ്പോഴേക്കും ബൈ. കഴിഞ്ഞിട്ടില്ല ഗൈസ്, ഈ ചേട്ടന്മാരുടെ സ്നേഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി കുറച്ചുകൂടെ പിഴിയാന്ന് വെച്ചു ഞങ്ങൾ അല്ലേ. നമ്മുടെ കൂട്ടത്തിലൊരു ഫസ്റ്റ് റാങ്ക് എന്നൊക്കെ നമ്മൾ ആഘോഷിക്കും, നമ്മൾ നന്നായിട്ട് ആഘോഷിക്കും. അത് തന്നെ, അതൊരു സംഭവം, ചരിത്ര നിമിഷമാണ്. അതെ അതെ. അപ്പൊ നമ്മൾ നന്നായിട്ട് അത് നല്ലോണം സെലിബ്രേറ്റ് ചെയ്യാം. അതെ നന്നായിട്ട്. അപ്പൊ നമ്മൾ മാത്രമല്ല എല്ലാരും അറിയണം. എല്ലാരും അറിയണം, നാട് മൊത്തം അറിയണം, എല്ലാരും അറിയാം. യെസ്, 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് ചേങ്കോട്ടോണത്താണ് വെക്കുന്നത്, ഇവിടെ സ്റ്റുഡിയോയുടെ അടുത്താണ്. സ്റ്റുഡിയോയുടെ അടുത്ത്. ഇത് നമ്മുടെ അടുത്തത് ഇത് അവന്റെ വീടിന്റെ അടുത്ത്, ഉല്ലാസിന്റെ നാട്ടുകാർക്ക് കോട്ടൊക്കൊന്നുമില്ല. ജംഗ്ഷനിലാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, ഇതിലൊന്നും ന്യായമില്ല കേട്ടോ. ഇതിലൊന്നും അല്ല. ഇതില് ദാസം മാത്രം. ഞാൻ ക്യാമറാമാൻ മാത്രമാണ്. എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ സാധനമല്ലേ. ബാക്കിൽ തീയൊക്കെ സെറ്റ് ചെയ്തു, നമ്മൾ എഫക്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ. മോഹൻലാലാണ് ഓ സൂപ്പർ സാധനം. ടാസ്ക് അവിടെ പോയി കെട്ടണം നമ്മളത്. അതാണ് കെട്ടണ ബാക്കിൽ ബോംബൊക്കെ പൊട്ടുന്നൊക്കെ ഉണ്ട്. ഓ അതൊക്കെ ഉണ്ടോ? നമുക്ക് കേട്ടാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ വീട്ടിൽ തന്നെ സ്റ്റുഡിയോയിൽ തന്നെ സെറ്റ് ചെയ്യാം. മുകളിൽ തന്നെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്.
ഉല്ലാസം ഇത് കാണുമ്പോൾ ഞെട്ടും. കണ്ട അപ്പോൾ ഗൈസ് നമ്മൾ ഉല്ലാസിന്റെ നാട്ടിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പയ്യന്മാർ നമ്മളെ പയ്യന്മാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉല്ലാസിന്റെ ഫ്രണ്ടും ഇപ്പോൾ തന്നെ വരും. ഓക്കെ അപ്പോൾ നല്ല ജംഗ്ഷനിലാണ് ഒരു നാട് മൊത്തം ഉല്ലാസിന് വേണ്ടി. അതെ, നമുക്ക് ഇതൊക്കെയാണ് നമ്മളെ അല്ലേ ഇതൊക്കെ. എല്ലാവരും വന്നു. അതെ, ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് നീ ഒന്ന് വിളിച്ചിട്ട് ഇവിടം വരെ വരുമെന്ന് ചോദിക്കണേ. വീട്ടിൽ കാണൂലേ? നമ്മൾ വിളിച്ച സംശയം അടിക്കും. റിയാക്ഷൻ വീഡിയോയിൽ എടുക്കാം. നമ്മൾ മാറിയിക്കാം. അപ്പോഴും നമ്മള് ഫ്ലക്സ് കെട്ടാൻ പോവുകയാണ്. ജംഗ്ഷനിൽ തന്നെ നമ്മൾ ജംഗ്ഷനിൽ തന്നെ സെറ്റ് ചെയ്തത്. ഉല്ലാസിന് സർപ്രൈസ് ആയിരിക്കും. ഉല്ലാസിന്റെ ഫ്രണ്ട് ഉണ്ട്. നമ്മൾ പുള്ളിക്കാരനെ കൊണ്ട് ഉല്ലാസിനെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചു വരുത്തും. നമ്മൾ എന്നിട്ട് മാറി ഒളിച്ചു നിൽക്കുന്നു. സീനാണ്. നാട് ഫുൾ ഉല്ലാസിന് വേണ്ടി. ഇതാണ് ചേട്ടാന്നെല്ലാം വിളിച്ചിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും വിളിക്കണമെങ്കിൽ നിങ്ങൾ കേൾക്കും. എല്ലാവരും വിളിച്ച് വരുത്തുന്നുണ്ട്. എല്ലാവരും എല്ലാവർക്കും ആഘോഷമാണ്. അത് തന്നെ, എല്ലാവരും അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. ഇവിടുത്തെ മെയിനാണെന്ന് തോന്നുന്നില്ല. അത് തന്നെ, ഇവിടെ അവൻ ഇൻട്രോട്ട് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിപ്പോ ആ ഉല്ലാസം ഞാനോ എല്ലാവരും ചോദിച്ചിട്ട് പോകുന്നു. എല്ലാവർക്കും ഉല്ലാസം അറിയാം കേട്ടോ. വേറെ സൈഡിലൊക്കെ കാണുന്ന വിധത്തിൽ കിട്ടുന്നൊക്കെ പറയാം. ഇൻട്രോവേർട്ടൊക്കെ അവൻ്റെ അഭിനയം. ഇൻട്രോവേർട്ടൊക്കെ അവൻ്റെ അഭിനയം. എനിക്ക് ഇവിടെ ഇലക്ഷനിൽ ജയിക്കുമെന്ന് തോന്നുന്നു. ഭയങ്കര ആള്. വീണ്ടും ബൈക്കിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മള് സൈഡായി പോയി. അവരെ ഏറ്റെടുത്തല്ല, അവർ സെറ്റ് ചെയ്തോളൂ. വീണ്ടും ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണ്. കാറിലൊക്കെ ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണ്. കൂട്ടങ്ങളാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവന് സ്വീകരണം കിട്ടും അവിടെ. സ്വീകരണം കിട്ടും. ശരിക്കും നമുക്ക് വല്ലതും കിട്ടും സ്പെഷ്യൽ. നമുക്ക് ഉല്ലാസിന്റെ സ്വീകരണം കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാര്യം പറയാണ്, ഉല്ലാസ് വീഡിയോ കാണുമ്പോൾ ഇൻട്രോവേർട്ട് അല്ല. ഇവിടെ എല്ലാവർക്കും ഉല്ലാസിന് ഭയങ്കര കാര്യമാണ്. എല്ലാവർക്കും അറിയാം. ഉല്ലാസിന്റെ സുഹൃത്തുക്കളല്ലേ? അത് തന്നെ. ഇതാണ് സെറ്റ്. നോക്കൂ ഗൈസ്, ഈ ഏരിയയില് മെയിൻ. ഇനി ഉല്ലാസിനെ വിളിക്കാം കേട്ടോ. ഇനി ഉല്ലാസിനെ നമുക്ക് വിളിക്കാം. ഉല്ലാസിന്റെ ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിക്കാം. നമ്മൾ വിളിച്ചാൽ പിന്നെ നമുക്ക് മാറി ചെയ്യാം. കാണട്ടെ, അത് ഫ്ലെക്സ് വരുന്നുണ്ട്. സുഹൃത്തുക്കൾ തന്നെ ഉല്ലാസിനെ നമ്മളെല്ലാവരും അറിയിച്ചിട്ടുണ്ട്. എല്ലാം സ്വീറ്റ് കാണിക്കുന്നില്ല, വീട്ടിൽ വിളിക്കുന്നില്ലേ? വീട്ടിലൊന്നും ഇല്ല, എല്ലാരും ഇറങ്ങി. പറഞ്ഞുകൂടെ എടാ, ഇത് അഴിക്കല്ലേ, നീ അഴിച്ച് കളയല്ലേ. ഇതൊരു തണലായിട്ട് നോക്കും. തണലായിട്ട് ഇരിക്കട്ടെ, കുഴപ്പമില്ല. തിരിച്ചു കെട്ടിക്കോളാം. അത് പിന്നെ നീ അത് ഇഷ്ടത്തിൽ നീയും ഞാനൊന്നും അറിയില്ല. ഇവിടെ വന്നപ്പോ കഴിഞ്ഞ് നീ എന്ത് രീതി ഇല്ലാത്ത പ്രതീക്ഷയില്ലല്ലേ? ഇവിടെ മുങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പഴല്ലേ കണ്ടില്ല, ഇവിടെ മുങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. സ്വീകരണം നമ്മൾ ഏർപ്പാടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ മിക്കവാറും നാട്ടിൽ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. ഇനി എന്ത് പറഞ്ഞാൽ പറയൂല. ഒന്നും പറയും ഇതുപോലും പറയൂല. തീർന്നില്ലേ? ഇതിന് രാത്രി ഒന്ന് അഴിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഒരാഴ്ചയെങ്കിലും ഇട്ടെ. വീട്ടുകാരോട് കണ്ടിട്ട് സമാധാനം. ഓക്കെ, ഇല്ല, എനിക്ക് കഴിക്കാൻ കഴിച്ചോന്നല്ലേ മനസ്സിലായി. ഇതിലേക്കൂടെ വെറുതെ ഒന്ന് പറഞ്ഞു ബ്രോ ഒരു 50 ലഡു. ആശയം അവിടെ ഇരുന്ന് കാണുന്നുണ്ടോ? ഇങ്ങനെ കൈ അടിച്ചു, നമുക്ക് കാണാൻ പറ്റുന്നില്ല.